പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി ഈ അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ കാണാം. നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ, നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം കാണുന്ന കർത്താവ്, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നവൻ ഈ അൾത്താരയിലുണ്ട്. കർത്താവേ, നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, നിൻ്റെ സ്നേഹത്തിലായിരിക്കാൻ നീ ഞങ്ങളെ ഈ നിമിഷങ്ങളിൽ തിരഞ്ഞെടുത്തുവല്ലോ. ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും ഞങ്ങളിപ്പോൾ ചേർത്ത് നിർത്തുന്നു. ഞങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടുള്ള എല്ലാ മക്കളെയും ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളിപ്പോൾ ചേർത്ത് നിർത്തുന്നു. ലോകം മുഴുവനെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് മുട്ടൂത്തിയോ എഴുന്നേറ്റ് നിന്നൊക്കെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അവസ്ഥ അനുവദിക്കുന്ന പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ തിരുവചനം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോ പറയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന അനേകം മക്കളുടെ ഒരു വേദനയാണ്, സങ്കടമാണ് സമാധാനമില്ലാത്ത അവസ്ഥ. കുടുംബത്തിൽ സമാധാനമില്ല, മനസമാധാനമില്ല, പല കാര്യങ്ങളെ പ്രതി മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട്, ആകുലപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കടന്നു പോകുമ്പോൾ ആ അവസ്ഥ അനുഭവിക്കുന്നവർക്കത് മനസ്സിലാകും. കർത്താവേ, സമാധാനമില്ലാത്ത എല്ലാ മക്കളെയും ഞങ്ങളിപ്പോൾ ചേർത്ത് നിർത്തുന്നു. ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് സ്വസ്ഥതയില്ലാത്ത, വല്ലാതെ പിരിമുറുക്കത്തിലും ഭിന്നിച്ചും കലഹിച്ചൊക്കെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. കർത്താവെ, കുടുംബങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ്: നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, വിഷമവും വേദനയൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞത്. ഞെരുക്കമുണ്ടാകും, സങ്കടമുണ്ടാകും, ദുഃഖമുണ്ടാകും, രോഗം വരും. മനുഷ്യരായി ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ലോകം വെച്ച് നീട്ടുന്ന സകല അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ കർത്താവ് നമുക്ക് തരുന്ന ഒരു ധൈര്യത്തിൻ്റെ വാക്കുകളാണ് മുന്നോട്ട് പോകുന്നത്. ഈശോ പറയാണ്, നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടരുതെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ സംഭവങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ ഭയപ്പെടരുത്, ആകുലപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്, മറിച്ച് ധൈര്യം അവലംബിക്കുവിൻ, ധൈര്യമായിരിക്കുവിൻ. കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകത്ത് മനുഷ്യരായി ജീവിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളെ അതിജീവിക്കാനുള്ള ഊർജം എന്താണെന്ന് ചോദിച്ചാൽ, ഈശോ ഈ ലോകത്ത് മനുഷ്യനായി കടന്നു വന്ന് ഞാനും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനകളും അനുഭവിച്ച് കടന്നുപോയവനാണ് ഈശോ. പാപമൊഴികെ മറ്റെല്ലാറ്റിലും ഇവൻ നമ്മെപ്പോലെ സമനായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. മറ്റു വാക്യം പറഞ്ഞാൽ, ഞാനിന്ന് കടന്നു പോകുന്ന സങ്കടങ്ങൾ അവൻ കടന്നുപോയതാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന വേദന അവൻ അനുഭവിച്ചതാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ അവൻ അനുഭവിച്ചതാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന പരിഹാസങ്ങളും കളിയാക്കലുകളും അവൻ ഇന്നലകളിൽ അനുഭവിച്ചതാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന ശാരീരിക വേദന അവൻ ഇന്നലകളിൽ അനുഭവിച്ചതാണ്. ഏതെല്ലാം വേദനകൾ ഇന്നലകളിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ടോ, അതെല്ലാം നമുക്ക് മുമ്പേ
ഈശോ അനുഭവിച്ചാണ്. എന്തിന്? സ്വന്തം കൂടെ നടന്നവര്, സഹോദര കണക്കെ കരുതിയവര്, തൻ്റെ അപ്പസ്തോല ഗണത്തിലുണ്ടായിരുന്ന സ്നേഹിതൻ ചുംബിച്ചുകൊണ്ട് ഒറ്റുകൊടുത്തില്ല. അതായത് വഞ്ചിക്കപ്പെടുന്ന അനുഭവം പോലും ഈശോ കടന്നു പോയതാണ്. കൊണ്ട് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ അനുഭവം ഈശോയ്ക്ക് മനസ്സിലാകും. ഈശോയ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം ഈശോ കടന്നു പോയതാണ്. അവൻ മനുഷ്യനായി ഈ ലോകത്ത് ജീവിച്ചപ്പോൾ തൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈ സഹനങ്ങളെല്ലാം ഈശോ കടന്നു പോയതാണ്. ആ സഹനങ്ങളെ, വേദനകളെല്ലാം ഈശോയോട് ചേർത്ത് വയ്ക്കാൻ, കർത്താവേ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടേതായ വേദനകൾ, ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടേതായ സഹനങ്ങൾ. സാമ്പത്തികമായി ഒത്തിരി ക്ലേശിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട്. വിദേശ യാത്രകൾ അടഞ്ഞുപോയവരുണ്ട്. പരീക്ഷകൾ, പഠനം, ആ മേഖലകളിൽ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരുണ്ട്. പ്രായമായിട്ട് വിവാഹം നടക്കാത്തവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിരവധിയായ പ്രശ്നങ്ങളുടെ നടുവിൽ തമ്പുരാനെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നിന്റെ സാന്നിധ്യമാണ്, നീ കാണുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യമാണ് കർത്താവ് ഞങ്ങൾക്ക് ധൈര്യം തരുന്നത്. ഞങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥ ആരും കാണുന്നില്ല എന്നുള്ള ഞങ്ങളുടെ ആലോചനകളെ അതിജീവിക്കാൻ നീ ഞങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ബലവും ധൈര്യവും തരുന്നത്. ഈശോ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. മരണം വരെ, അന്ത്യത്തോളം ഈശോ എന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇത് വിശ്വസിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, കർത്താവേ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതകളെ, മാനുഷികമായ കുറവുകളെ, അസ്വസ്ഥതകളെ, സങ്കടങ്ങളെല്ലാം നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവരെ ഈശോയെ നീ സുഖപ്പെടുത്തണമേ. മനസ്സ് തളർന്ന് നിരാശപ്പെട്ട് ആകുലപ്പെടുന്ന കഴിയുന്നവരെ കർത്താവെ നീ ധൈര്യപ്പെടുത്തണമേ. മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങൾ നേരിടുന്നവരെ കർത്താവെ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളിലേക്ക്, കുടുംബത്തിലേക്ക് കർത്താവേ നിന്റെ നിലനിൽക്കുന്ന സമാധാനം നീ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തി നൽകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, നീ എന്നിൽ നിറഞ്ഞിടുക. ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം കണ്ടു പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുമുഖമാണ് ഈ അൾത്താരയിൽ നമ്മൾ കാണുന്നത്. കർത്താവേ എൻ്റെ വേദനകൾ, എൻ്റെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളെയും ആരെയൊക്കെ മനസ്സിൽ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചോ ഈശോയെ അവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ, മനസ്സിൻ്റെ നൊമ്പരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന എല്ലാവിധ തടസ്സങ്ങളെ, അസ്വസ്ഥതകളെല്ലാം തമ്പുരാന് കൊടുക്കാം. ഈശോയെ ഈ അസ്വസ്ഥതകളുടെയും ഈ ഞെരുക്കങ്ങളുടെ ഒക്കെ നടുവിൽ നീ എന്നെ പരിപാലിക്കുന്നുണ്ടല്ലോ, കൈപിടിച്ച് നടത്തുന്നുണ്ടല്ലോ. കർത്താവ് ഇതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,